ഒന്ന് കാണട്ടടാ. ആഹാ എന്ത് രസമാണ്. അയ്യവാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു പുതിയ വിശേഷമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഈ ആളുടെ പേരാണ് കുട്ടിമോൻ എന്ന് പറയുന്നത്. അതായത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പാവം കർഷകനാണ് കേട്ടോ. അതായത് നെല്ലും അത്യാവശ്യം കൃഷികളും പശുക്കളും ഒക്കെ ആൾക്കുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റ മുഴുവൻ ആളെടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് നെല്ല് എടുക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞാനിങ്ങനെ ഓഫീസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇത് കാണുന്നത്. കണ്ടപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റക്കായി ഇരുന്ന് കണ്ടുപോയി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു, നല്ല രസമല്ലേ കാണാൻ. കാരണം അതങ്ങനെ അടിക്കുമ്പോൾ സമയത്ത് നെല്ലിങ്ങനെ തെറിച്ച് അതിലേക്ക് താഴത്തേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്നത് വരെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് പോലെയല്ല, ഇതിൻ്റെ പിന്നിൽ വളരെയധികം കഷ്ടപ്പാടുണ്ട്. കാരണം ഞങ്ങൾ ഈ നെൽപ്പാടം ഇവിടുത്തെ വയലിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മഴയും കാലാവസ്ഥയും പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഓരോരുത്തർ ചെയ്തു വരുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നമുക്കൊന്നും ഇതിനൊന്നും സമയം പോലും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും പല ആളുകളും ഇത് ജോലിയാക്കിയിട്ട് തന്നെ നമ്മളെ നാട്ടിലും ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് കാണാൻ തന്നെ പറ്റുന്നുണ്ടല്ലോ. പിന്നെ കുട്ടിമോൻ ചേട്ടൻ എന്നോടൊരു കാര്യം പറഞ്ഞു, മോളെ പിന്നിൽ നമ്മളെ കാളക്കുട്ടന്മാരുണ്ട്, അവരൊക്കെ കാണിച്ചു തരാം, പോവല്ലേ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്നുള്ള ഒരു വീട്ടിലേക്കുള്ള കടന്നു വരവായതുകൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ആള്, മോളെ തലയിൽ കെട്ടൊക്കെ അഴിക്കണോ ഞാൻ? അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ, അതൊന്നും വേണ്ട, വെയിൽ കൊള്ളും, കുഴപ്പമില്ല, ഞാൻ ഇപ്പം തന്നെ പോകുമെന്നൊക്കെ പറഞ്ഞു. അതാ കണ്ടോ എന്ത് രസമല്ലേ ആ നെല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണാൻ. ഞാൻ ആദ്യമായിട്ട് കാണാത്. ഉണ്ടോ? എവിടെയുണ്ട്? അതായത് ഇപ്പൊ ചേട്ടൻ പറയുന്നത് താഴേക്ക് ചെന്ന് നോക്കുമ്പോളെ അവിടെ കാളയുണ്ട്, മൂരിയുണ്ട്, പശുവുണ്ട്, അതിൻ്റെ കെട്ടുന്ന കയറുകളൊക്കെ ഉണ്ട്. താഴോട്ട് ചെന്നാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കാം. ആരൊക്കെയാണ് നമുക്ക് ഉള്ളോട്ട് പോയി. എൻ്റെ വീടിൻ്റെ അടുത്താണ് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണാം. മൂരി കൊടുക്കുന്നത് കാള, ഇത് മൂരി. ഇത് തമ്മിൽ വ്യത്യാസം എന്താ? ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഇത് മൂരിയാ? രണ്ടാളും പോസ് ചെയ്ത് നിൽക്കുവാണല്ലോ. നല്ല അടിപൊളി സുന്ദര കുട്ടെ. ഇവരാണ് അവിടെ കെട്ടിയിടല്ലേ? എന്ത് ഭംഗിയാണ്. എന്താ അടുപ്പത്ത് ഇവറ്റൊരു മുതിര കഴിക്കാം. ഇത് എന്റെ ചങ്ങല, കെട്ടണ ചങ്ങല. അപ്പോൾ ചേട്ടൻ നമുക്ക് അതിൻ്റെ കഴുത്തിൽ കെട്ടുന്ന ചങ്ങലൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. സത്യത്തിൽ ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അതിൻ്റെ കഴുത്തിൽ കെട്ടി കാണിച്ചു തരാം കേട്ടോ. നല്ല ഇഷ്ടമുള്ള കുട്ടികളാന്നാ പറഞ്ഞത്. അപ്പോൾ എന്താ പറയുന്നുണ്ട്. ആണോ? അയ്യവാ. ഈ ചങ്ങലക്ക് എന്താ പറയാ? ഇതിന്റെ ചെയിൻ വേദന ഉണ്ട് ഇട്ടാണ്ട് ഏട്ടനല്ലേ? വേദനല്ല, ഇതിന് മൂക്കിന് പിടി. ആ കമ്പി ഇട്ടേന് അവിടെ അല്ലേ? ഓ ഐശ്യ എന്താ ഭംഗി. ഓ നമ്മള് ചെയ്യണ്ട പോലെ. ഇത് ഇതിന്റെ കയറല്ലേ? ഈ കയറിനൊക്കെ എന്തെങ്കിലും പേരുണ്ട് കെട്ടിനൊക്കെ? തുടക്കയര്, മൂക്കയര്, കൂടെ കിട്ടുന്നത് അത് മൂക്കയറ്, ഇത് മോന്തക്കയറ്, ഇത് മോന്തക്കയറ്, ഇത് കഴുത്തിലിടുന്ന അല്ലാത്ത കയറ്. പിന്നെ മൂക്ക് നേരെ തുടക്കയറുണ്ട്. തുടക്കയറല്ല പിച്ചാണ്ട് തന്നെ ഉണ്ട്.
ആഹാ കളറുണ്ട്. ഇത് എന്നിട്ട് ഇത് ഇതേപോലെ കഴുത്തിൽ കിട്ടുന്ന അതേപോലെ ചെയിന് പോലെ കിട്ടുന്ന അതുപോലെ കിട്ടുന്നത്. ആ ചെയ്യുമ്പോ ഇതൊക്കെ മറ്റേ ഇതാണോ പിച്ചള പിച്ചള ഒന്നും കാണാനേ നല്ല ഉറപ്പുണ്ട്. ചേട്ടന്റെ പറമ്പാണോ അവിടെ മൊത്തം ഉള്ളത്? ഇതൊക്കെ ഇനിട്ട അഴി ഇങ്ങനെയല്ലേ? ബാക്കിലുണ്ട്. പിന്നെ ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവറ്റകൾക്ക് നല്ല ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് മുതിരയാണ് കൊടുക്കുന്നതെന്നാണ്. അപ്പം മുതിര വേവിക്കുകയാണ് ആ പാത്രങ്ങളിൽ. അപ്പോൾ ഉള്ളോട്ട് പോയപ്പോൾ നല്ല ഫാം. അപ്പോൾ കുറേ എണ്ണത്തിനൊക്കെ പറമ്പിലൊക്കെ കെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ 2 പശു ഉണ്ട്. അപ്പോൾ വെള്ളം കൊടുക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ അത്യാവശ്യം പുല്ലുകളും ഫുഡും. പുതിയ കുട്ടിയാണോ ഇവ? പുതിയ ആളാണോ? എൻ്റെ അയ്യോ നെറ്റീമിൽ വെള്ളപ്പുള്ളിയൊക്കെ ഉണ്ട്. ഞാൻ എന്തെങ്കിലും പേരൊക്കെ ഇട്ടി കേട്ടാ മറ്റേ മക്കൾ പടില്ലാത്ത കണ്ട് വിളിക്കല്ല പാത്തുന്ന് അതിന് വിളിക്കല്. പാത്തുമ്മ ഫാനൊക്കെ ചൂടത്തെ അല്ലേ? നല്ല നന്നായി വെള്ളമുണ്ട്. വെള്ളം അങ്ങനെ കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം വരും. ആടി പൈപ്പ് ഇട്ടിട്ട്. ചേട്ടാ കൊറേ ആയോടെ? ഓ ഞാൻ ചെറുപ്പം തന്നെയാണ് എന്നെ പണി. തറവാട് ഇതിങ്ങനെ ഇത് കാണുന്നില്ലേ ഒന്നുമില്ലാത്ത. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്നത് പുതിയ വീടാണല്ലോ. തറവാട് പൊളിച്ചു കളഞ്ഞു. പക്ഷെ ജോലി നമ്മളെ പഴയതല്ലേ. വേറെ ഇടാൻ പോയാൽ നമ്മൾ ആരൊക്കെ പണിയെടുത്ത് തീർക്കണ്ട. നേരം വയ്യ വല്ല കണ്ണും പോകും കാണണം. അവനെന്നും ഉണ്ടാക്കി അവനുണ്ടാവും. കിടന്നാലും പ്രശ്നമില്ല. അതില്ല അവനാണ് സമ്പാദിക്കുന്നത്. വേറൊരാളത് പോലെ ചീത്ത കേൾക്കേണ്ടി വരും. നാളെ ഇനി ഇങ്ങനെയാണെങ്കിൽ മറ്റവനോട് പറയൂ, നിങ്ങളോട് പറയൂ, അങ്ങനെ പറഞ്ഞു. ഇതിപ്പോ നമ്മള് ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ മുറ്റത്ത് തന്നെയാണല്ലോ. ഇന്നലെ തന്നെ ഞാൻ ആ നെല്ലും തരാൻ വേണ്ടിയിട്ട് ഇവരെ ഒന്നും നോക്കിയിട്ട് കൂടില്ല. നെല്ല് വലിയ ഏജന്റ് വന്ന് ഇവിടെ കൊണ്ടിട്ട് വണ്ടി വിളിച്ച് ഇന്നിപ്പോ തക്കി അതിനിപ്പോ 900 രൂപ എടുക്കണം എടുത്താൽ വന്നാല്. നല്ല ചാണകം ഉണ്ടല്ലേ? കാണാൻ പറ്റില്ല. അമ്മ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് മുളകും തൈ കുഴിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പറയാം അമ്മ. ആ ശരിയാ, ഇത് ഒഴിച്ചാൽ നല്ല വളമല്ലേ. പക്ഷെ അവിടെ ഒരു സ്ഥലം ഇല്ലല്ലോ. ഓ ഞങ്ങൾ ഉള്ള സ്ഥലത്ത് മാടി വെച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ പ്രായത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ഈ ചേട്ടൻ ഇത്. അത് ആരെ സഹായത്തിന് പോലും വെക്കാതെ ഒറ്റയ്ക്ക് ചെയ്യുകയാണ് ഇതെല്ലാം. പണിയെടുക്കാണ്ട് മടിച്ച് വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ അഭിമാനത്തോടു കൂടെ അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്ന് പറയാം. നിങ്ങളെല്ലാവരും നോക്കി വീടിന് ചുറ്റിലും നെല്ലും അതിൻ്റെ കൃഷിയുടെ സാധനങ്ങളും ഒക്കെയാണ് ഉള്ളത്. ഇപ്പം എനിക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്നറിയോ, ഇവിടുത്തെ കാളകൂട്ടന്മാർക്ക് കിട്ടിയ സമ്മാനങ്ങൾ കാണിച്ചു തരാം. അതായത് മത്സരത്തിന് പങ്കെടുത്തിട്ട് അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചു തരാം, ട്രോഫി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂട്ടിക്കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇത്താത്തനെ വിളിക്കുന്നുണ്ട്. അവിടുത്തെ ഇത്താത്ത അവരെ വൈഫിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഡോറ് തുറന്നു. ഭയങ്കര സ്നേഹമുള്ള ആളാട്ടോ. എനിക്ക് അങ്ങനെ തോന്നി. ഭയങ്കര മനസ്സിലൊക്കെ ഭയങ്കര നന്മയുള്ള ആളുകൾ. ഒന്നാമത് നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു മനസ്സിനൊക്കെ ഒരു അലിവൊക്കെ ഉണ്ടാവില്ല. എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതാ അടിപൊളി വലിയൊരു സമ്മാനം, വലിയൊരു ട്രോഫി. അപ്പം അവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സമ്മാനം എടുത്ത് നോക്കുന്നതൊക്കെ. ഭയങ്കര വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൈയിൻ്റെ അത്രയും വലിപ്പമുണ്ട് അളന്നൊക്കെ നോക്കി. അപ്പോൾ ഇയാൾക്ക് കിട്ടിയ സമ്മാനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആൾ ഭയങ്കര ഈ കാണുന്ന രീതിയിലുള്ള ഭയാനകമായിട്ടുള്ള സ്വഭാവമൊന്നുമല്ല. ഭയങ്കര കൂളാണ്, ഭയങ്കര സ്നേഹമായിട്ടാണ് നിൽക്കുന്നത്. ഞാനൊക്കെ ഒരു അതിൻ്റെ കൊമ്പിൻ്റെ മുകളിലൊക്കെ തൊട്ടൊക്കെ നോക്കി. പാവം ചെക്കനാണ്. അമ്മോ എന്തൊരു മിനുസാണ്.
അതൊക്കെ ഇന്നലെ നന്നാക്കിയതാണ് കളറുണ്ടാകാൻ വേണ്ടി. അമ്മോ ഇതുകൊണ്ട് ദേഷ്യം പിടിച്ചാല് കൊമ്പ് അമ്മി ആദ്യമായിട്ട് തൊടുന്നത്. ആൻസറുള്ള മക്കളാ. ഓരോ പോറ്റുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കൊറേ ആയില്ലേട്ടാ അത് കൊറേ മുതിരി ഇതൊക്കെ കൊടുക്കല്ലേ, ആ സാധനം കൊടുക്കല്ലേ. നമ്മൾ മക്കളെ വെക്കുന്നതിനേക്കാൾ നോക്കൂ. നല്ല കണ്ണൊക്കെ ചൂടാ. നാളെ കൊണ്ടുപോകും വണ്ടിക്ക്. ഓടിക്കേ. എവിടുന്നാ? അത് പന്തീരങ്കാവ് അല്ല ഇവിടെ ശരിയാണ്. അതായത് നാളെ കാളക്കുട്ടന്മാരെ മത്സരത്തിന് കൊണ്ടുപോകാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത വീഡിയോ എപ്പോഴാ എന്താ ഒന്നും എനിക്കറിയില്ല. അടുത്തൊരു കുഞ്ഞു വ്ളോഗായിട്ട് വരുന്നത് വരെ ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.